ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്ന് അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, അവിടെ എങ്ങനെയാണ്? തിരക്കുണ്ടോ? ഒരു പാച്ചിൽ അനുഭവപ്പെടുന്നുണ്ടോ? റോഷ്നി, തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ ഓണക്കാലത്താണ് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രാമേന്ദ്രൻ തെരുവിലാണ്. ഇവിടെ വലിയ ആൾക്കൂട്ടം, പ്രത്യേകിച്ചും ഇനി തിരുവോണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇരുഭാഗത്തും ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാതെ ആ തരത്തിലാണ് ഇപ്പോൾ ആളുകളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. സാധാരണഗതിയിൽ എപ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്നവർക്കൊക്കെ അറിയാം, ഒരു ഭാഗത്ത് എപ്പോഴും കച്ചവടക്കാരുണ്ടാകും. വിവിധ തരത്തിൽ തന്നെ ബാഗുകൾ, അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാനുള്ള സാധാരണഗതിയിൽ എല്ലാ കാലത്തുമുള്ള കച്ചവടക്കാർ ഇവിടെയുണ്ട്. പക്ഷേ ഇപ്പോൾ ഓണം അടുത്തപ്പോൾ തന്നെ ധാരാളം പ്രത്യേകിച്ചും തമിഴ്നാട്, അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരാണ് നിലവിൽ ഇപ്പോൾ ഈ തെരുവിലെത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഓണ വിപണിക്ക് ആവശ്യപ്പെട്ട പൂവും അതുപോലെ തന്നെ വസ്ത്രങ്ങളും അടക്കം ഇപ്പോൾ വിൽക്കാനായിട്ടാണ് ഇവിടെ തെരുവിൽ കച്ചവടക്കാർ എത്തിയിരിക്കുന്നത്. ആ കച്ചവടക്കാരെ വരവേറ്റിപ്പോൾ ആളുകളും ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും 100 രൂപയ്ക്ക് മുതൽ ഇവിടെ ഇപ്പോൾ ഷർട്ടും അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ കിട്ടുന്ന ഒരിടമാണ് നിലവിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ട് മുന്നിൽ നടക്കുന്ന ഈ കച്ചവടം. വളരെയധികം തകൃതിയായിട്ട് കച്ചവടം പൊടിപിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം 100 എന്നാണ് ഈ ചേട്ടൻ വിളിക്കുന്നത്. ചേട്ടാ, കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ പൊടി പിടിക്കുകയല്ല. 50. അതാണ് റോഷ്നി. തൊട്ടടുത്ത് രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ വലിയ ഷോപ്പുണ്ട്. ആ ഷോപ്പിന് തൊട്ടടുത്താണ് ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ നടക്കുന്നത്. എന്തായാലും സാധാരണക്കാർ ഇവിടെ വന്ന് ഇപ്പോൾ വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്ന തിരക്കിലാണ്. ചേച്ചി, ഓണമായിട്ട് എത്തിയതാണോ? അതെ അതെ, ഓണമായിട്ട് ഇപ്പൊ 100 രൂപയ്ക്കൊക്കെയാണ് ഷർട്ടൊക്കെ? 100 രൂപ, 50 രൂപ, ഏതെടുത്താലും 100, അങ്ങനെയൊക്കെയാണ്. കുഴപ്പമില്ല, നമ്മളെ പോലെയുള്ളവർക്ക് എടുക്കാം. തൊട്ടടുത്ത് രാമേന്ദ്രന്റെ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്, അങ്ങോട്ട് പോയില്ലേ? അങ്ങോട്ട് പോയില്ല, ഇന്ന് ഓണമായിട്ട് ഇവിടെയൊക്കെ ഇറങ്ങി. ഇങ്ങോട്ടൊക്കെ വന്നതാണോ? ആ, മക്കളായിട്ട് വന്നതാണ്. എല്ലാം ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. റോഷ്നി, ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. തൊട്ടടുത്ത് തന്നെ ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോ ഓണം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂവായാലും എന്ത് തന്നെ വേണമെങ്കിലും ഇവിടെ നമുക്ക് മേടിക്കാനുള്ള ഒരു സൗകര്യം എന്തായാലും ഉണ്ട്. പലയിടങ്ങളിൽ നിന്ന് കച്ചവടത്തിനായിട്ട് എത്തിയിട്ടുള്ളവരാണ്. എന്തായാലും ഓണം കഴിയുന്നത് വരെ ഈ കച്ചവടം എന്തായാലും തകൃതിയായി നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട റോഷ്നി. ശരി, അങ്ങ് തലസ്ഥാനത്തും ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവില്ല. മൊത്തം ഒരു വൈബ് കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓണമൂടിലാണ്.